കുരുവിനെ കണ്ടിട്ടുണ്ടോ? കുരുവി കുരുവി മക്കൾ കുരുവികളെ കണ്ടിട്ടില്ലേ? ഇല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് കുഞ്ഞ് ഈ നല്ല നല്ല മനോഹരമായ കൂടുണ്ടാക്കും. കുരുവികളാണ് ഈ ലോകത്തിൽ ഏറ്റവും മനോഹരമായ കൂടുണ്ടാക്കുന്നത്. 1-ാം നില, 2-ാം നില, ഭയങ്കര രസമാണ്. പലതരത്തിലാണ് ഉണ്ടാകുന്നത്. ഒരു ദിവസം കുരുവി നോക്കിയപ്പോ കഴുകനാണെങ്കിൽ ആകാശത്തു കൂടെ ഒത്തിരി ഉയരത്തിൽ പറക്കണു, പരുന്ത് പറക്കണു, എല്ലാവരും അവനേക്കാളും ഉയരത്തിൽ പറക്കുക. അപ്പൊ അവന് ഭയങ്കര സങ്കടമായി. എനിക്ക് മാത്രം എന്താ ഉയരത്തിൽ പറക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞിട്ട് അവൻ വനദേവതയുടെ അടുത്ത് പോയി. വനദേവതയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, വനദേവതേ വനദേവതേ, എൻ്റെ ചിറകുകൾ ഭയങ്കര ചെറുതാ. ആ കഴുകൻ കണ്ടില്ലേ, പരുന്ത് കണ്ടില്ലേ, തത്ത കണ്ടില്ലേ, എല്ലാവരും ഉയരത്തിൽ പറക്കുക. എനിക്കും അങ്ങനെ പറക്കണം. അതുകൊണ്ട് എനിക്കൊരു ചിറക് തരുമോ എന്ന് ചോദിച്ചു. അപ്പോ വനദേവത എന്ത് ചെയ്തു? ശരി, ഇവൻ പറഞ്ഞതല്ലേ വെച്ചിട്ട് കുരുവിക്ക് ചിറക് കൊടുത്തു. അപ്പൊ സന്തോഷത്തോടു കൂടി പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ആ കുരുവി വീണ്ടും വനദേവതയുടെ അടുത്ത് വന്ന് പറയാണ്, വനദേവതേ വനദേവത, എനിക്ക് പറക്കാൻ പറ്റുന്നില്ല. ഇത് ഏതിന്റെ ചിറകാണ്? അപ്പൊ പറഞ്ഞു, നീല്ലേ പറഞ്ഞ കഴുകന്റെ ചിറകാണ് ഞാൻ തന്നിരിക്കുന്നത്. അപ്പൊ നിനക്ക് ഉയരത്തിൽ പറക്കണ്ടേ? അപ്പൊ പറഞ്ഞു, ഇല്ലില്ല, എൻ്റെ ശരീരം ചെറുതാണ്, ചിറകുകൾ വലുതാണ്, അതുകൊണ്ട് എനിക്ക് ഒത്തിരി പറക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ക്ഷീണമാകുന്നു എന്ന് പറഞ്ഞു. എനിക്ക് വേറൊരു ചിറക് തരാമോ എന്ന് ചോദിച്ചു. അപ്പോ വനദേവത എന്ത് ചെയ്യുന്നറിയാമോ? വേറൊരു ചിറക് കൊടുത്തു, പരുന്തിന്റെ ചിറക് കൊടുത്തു. ആ കുരുവി ഭയങ്കര സന്തോഷത്തോടു കൂടി പോയി. വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കുരുവി ഭയങ്കര പരാതിയായിട്ട് വന്ന് പറഞ്ഞേ, അയ്യോ വനദേവതേ വനദേവതേ, എനിക്ക് ഒട്ടും പറക്കാൻ പറ്റുന്നില്ല. പറക്കുമ്പോഴത്തേക്കും കാറ്റിൽ ആടി ഒലയുന്ന പോലെ തോന്നുക, എനിക്കൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് എന്തിന്റെ ചിറകാണ്? ഇത് പരുന്തിന്റെ ചിറകാണ്. നീയല്ലേ പറഞ്ഞേ പരുന്തിന്റെ ചിറക് വേണമെന്ന്? അത് ഇങ്ങനെ. അപ്പോഴത്തേക്കും അവൻ കുരുവി പറയാണേ, പറ്റണില്ല, എനിക്ക് വേറെ ഏതെങ്കിലും ചിറക് തരാവോ എന്ന് ചോദിച്ചു. ദേവതയ്ക്ക് ഇത്തിരി ദേഷ്യമൊക്കെ വന്നു. എങ്കിലും ആ കുരുവിയുടെ മറ്റേ ആഗ്രഹം മാനിച്ചിട്ട് വേറൊരു ചിറക് കൊടുത്തിട്ട് വീണ്ടും 2-3 ദിവസം കഴിഞ്ഞപ്പോ ഇതേ പരാതിയാ. അങ്ങനെ 3-4 പ്രാവശ്യമായിട്ട് കുരുവി വനദേവതേനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. ആ ചിറക് വേണം, ഈ ചിറക് വേണം, അതെനിക്ക് പറക്കാൻ പറ്റുന്നില്ല, എനിക്ക് കണ്ണിന് കാഴ്ച കുറയുന്നു, ഞാൻ തളർന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഫുൾ ടൈം പരാതിയാ. ഒടുവില് വനദേവതയ്ക്ക് അങ്ങ് ദേഷ്യം വന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് അവസാനത്തേതാണ് നിന്റെ കേട്ടോ, ഇനി ഞാൻ ചിറക് മാറ്റി തരില്ല. ഈ ഒരൊറ്റ ചിറകും കൊണ്ട് നീ പൊക്കോണം, മിണ്ടരുത്, തിരിച്ച് മിണ്ടാതെ പൊയ്ക്കോണം, എൻ്റെ അടുത്ത് ഇനി എന്നെ വന്ന് ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ കുരുവി പറഞ്ഞു, ഇല്ല വനദേവതേ, ഞാൻ ഇനി ബുദ്ധിമുട്ടിക്കില്ല, എനിക്ക് അവസാനമായിട്ട് ഒരു ചിറകും കൂടെ മാറ്റിത്തരാവോ എന്ന് ചോദിച്ചു. ഓക്കെ, വനദേവത കൊടുത്ത് കുരുവി പറന്നുപോയി. കുറേ നാളുകൾക്ക് ശേഷം കുരുവി വീണ്ടും വനദേവതയുടെ അടുത്ത് എത്തി. അപ്പൊ വനദേവത വിചാരിച്ചു വീണ്ടും അവൻ പരാതി തുടങ്ങിയല്ലോ എന്ന്. അപ്പോൾ കുരുവി വന്നിട്ട് വളരെ ഹാപ്പി ആയിട്ട് വന്നിട്ട് വനദേവതയോട് ചോദിക്കുകയാണ്, വനദേവതേ വനദേവതേ, ഇത് ഏത് പക്ഷിയുടെ ചിറകാണ്? എത്ര രസകരമായിട്ട് എനിക്ക് പറക്കാൻ പറ്റുന്നുണ്ടെന്നറിയാവോ? എത്ര മനോഹരമായിട്ട് എനിക്ക് തീറ്റ തേടാൻ പറ്റുന്നുണ്ടെന്നറിയാവോ? എത്ര മനോഹരമായിട്ട് എനിക്ക് കൂട് പറ്റുന്നുണ്ടെന്നറിയാവോ? ഏത് പക്ഷിയുടെ ചിറകാണ് എന്ന്. ഞാനിപ്പം ഭയങ്കര സന്തോഷത്തിലാണ് എന്ന്. അപ്പോൾ വനദേവത ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറയാണ്, എൻ്റെ പൊന്നു കുരുവി, അത് നിന്റെ തന്നെ ചിറകാണ്. ആദ്യം നീ വേണ്ട എന്ന് പറഞ്ഞില്ലേ, ആ ചിറക് തന്നെയാണ് നിന്നെ ഇത്രയും മനോഹരമാക്കി പറത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ എൻ്റെ പൊന്നുമക്കളെ, ഞാൻ ഈ പറഞ്ഞ കഥയുടെ സാരാംശം ഇത്രയേ ഉള്ളൂ. നമുക്കൊക്കെ ഒത്തിരി കഴിവുണ്ട്. നമ്മുടെ കയ്യിൽ ദൈവം ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പഠിക്കാൻ പറ്റും, പ്രസംഗിക്കാൻ പറ്റും, കഥ എഴുതാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും, എല്ലാം പറ്റും. പക്ഷെ നമ്മൾ എന്താ ചെയ്യണേ? അവിടുത്തെ ആ ചേട്ടൻ അത് ചെയ്യുന്നു, ഇവൻ ഇങ്ങനെ ചെയ്യുന്നു, എനിക്ക് പറ്റുന്നില്ലല്ലോ, എനിക്ക് വയ്യല്ലോ, അങ്ങനെ ചിന്തിക്കേണ്ട. മനോഹരമായ ചിറകുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിന് നിറം ബാധകമല്ല, അല്ലെങ്കിൽ കളർ ബാധകമല്ല, സൗന്ദര്യം ബാധകമല്ല, പണം ബാധകമല്ല, സാഹചര്യങ്ങൾ ബാധകമല്ല, അപ്പൻ കുടിയനാണെന്നുള്ളത് ബാധകമല്ല, ഒന്നും ബാധകമല്ല. നമ്മുടെ ഉള്ളിലെ കഴിവുണ്ട് എങ്കിൽ മക്കളെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും നിനക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ നോക്കുമ്പോ ഉണ്ടല്ലോ, ഇപ്പൊ ചിലപ്പോഴുണ്ടല്ലോ ഈ മെമ്പർമാരും പ്രസിഡന്റുമാരും ഒക്കെ ഇരിക്കുന്നവരില്ലേ, ഈ കൂട്ടത്തിലും കാണും കേട്ടോ പ്രസിഡന്റും മെമ്പറും ഒക്കെ, അല്ലേ? ഈ മക്കളുടെ കൂട്ടത്തിലില്ലേ മക്കളെ? നിങ്ങളൊക്കെ വലിയ ആളായി വരുന്നില്ലേ? പ്രസിഡന്റ് ഉണ്ട്, മെമ്പർ ഉണ്ട്, ചിലപ്പോ MLA കാണും ഈ കൂട്ടത്തില്, ഡോക്ടർ ഉണ്ട്, ബിസിനസ്സുകാരുണ്ട്, സിനിമാ നടിമാരുണ്ട്, ഇല്ലേ? ആണോ അല്ലയോ? യെസ്,
അപ്പോൾ നമ്മുടെ ചിറകുകൾ കണ്ടിട്ട് എനിക്ക് തമ്പുരാൻ ചിറക് തന്നിട്ടുണ്ട് എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ എന്തു വന്നാലും എനിക്ക് കഴിവുണ്ട്. മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞോട്ടെ, അപ്പം പറഞ്ഞോട്ടെ, അമ്മ പറഞ്ഞോട്ടെ, അവർ കുറ്റപ്പെടുത്തിക്കോട്ടെ, കളിയാക്കിക്കോട്ടെ, സാരമില്ല, ഇറ്റ്സ് ഓക്കേ. എനിക്ക് ദൈവം കഴിവ് തന്നിട്ടുണ്ട്. ആ ഒരു ധൈര്യം മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം കേട്ടോ. ഇത് മാത്രമേ ഈ ആൻറ്റിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല.